മരുമോൾക്ക് പകലുറക്കം പതിവാണോ? ആ, രാജകുടുംബത്തിൽ പിറന്ന രാജയോഗമുള്ള തമ്പുരാട്ടിയല്ലയോ. പള്ളിയുറക്കം മസ്റ്റാ. രാജകുടുംബോ? രാജകുടുംബം. വർമ്മ സാറിനെയൊക്കെ ഞാൻ എത്രയോ ഏറെ ബഹുമാനിക്കുന്നതാ. അദ്ദേഹത്തെ പോലെ ഒരാളെ ചീറ്റ് ചെയ്താ അത് അദ്ദേഹം എങ്ങാനും അറിഞ്ഞാലുണ്ടാകുന്ന കുഴപ്പങ്ങൾ അതെത്ര ഭയങ്കരമായിരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനി എന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഉണ്ടായ തെറ്റിന് ഞാൻ ഒരിക്കൽ കൂടി മാപ്പ് ചോദിക്കുക. ഞാനെന്നാ പൊയ്ക്കോട്ടെ. അല്ല, ഒരു മിനിറ്റ്, കാപ്പി കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ ഇറങ്ങാം. ശരി. അതൊരു പാവം കുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നത്. കുഴപ്പക്കാരിയല്ല. പക്ഷേ അംബിക ഏതോ ഒരു കാര്യത്തില് ഇവരെ പെടുത്തിയിരിക്കുക. അതിന്റെ ബ്ലാക്ക്മെയിലാ ഈ നടക്കുന്നത്. ഇതിൽ നിന്നൊന്നും കരകയറാൻ സാധിക്കില്ല. ഞാൻ മാപ്പ് ചോദിക്കേണ്ടത് നിങ്ങളോടാ. എന്തിന്? ബ്ലോക്കാക്കി വെച്ചിരുന്ന പ്രതാപേട്ടന്റെ നമ്പര് ഞാനല്ലേ അൺബ്ലോക്ക് ആക്കിയത്. അത് എന്നെ ഈ കുഴപ്പത്തിനൊക്കെ കാരണം. എന്റെ അമ്മേ, അങ്ങനൊന്നുമില്ല. ഇനി അതിനെക്കുറിച്ച് ഓർത്ത് അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ആ, അവരുടെ കൂടെ പോയിട്ട് എന്തായി? ചോദിച്ച കേട്ടില്ലേ? അവരുടെ കൂടെ പോയിട്ട് എന്തായിന്ന്? അവരെന്തു പറഞ്ഞു എന്നാ എനിക്കറിയേണ്ടത്. അവര് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഓ, നീ എന്നോട് നുണ പറയാനും ശീലിച്ചോ? നീയേ നല്ലൊരു മനക്കിൽ പിറന്ന കുട്ടിയാണെന്നാ ഞാൻ വിചാരിച്ചത്. അവരെന്തു പറഞ്ഞു എന്നാ ഞാൻ ചോദിച്ചത്. അവരങ്ങനൊന്നും പറഞ്ഞില്ല. അവരൊക്കെ വളരെ നല്ല മനുഷ്യരാ. നല്ല മനുഷ്യരോ? അത് നിനക്കെങ്ങനെ അറിയാം? ദേ, അവരെന്റെ ശത്രുക്കളാ. എന്റെ ശത്രുക്കൾ നിന്റെയും ശത്രുക്കളായിരിക്കണം. അതെന്ത് ന്യായോ ചേച്ചി? നീ ഇപ്പോ ന്യായോ അന്യായോ ഒക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങിയോ? നിന്നോടേ എനിക്ക് വളരെ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ എന്തു പറഞ്ഞാലും നീ അനുസരിക്കൂന്നും എനിക്കറിയാം. അതൊരു പക്ഷേ എന്റെ ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് നിനക്ക് തോന്നിയേക്കാം. പക്ഷേ ഞാൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതല്ല. എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. നീ നേരിടുന്ന പ്രശ്നങ്ങളും മറ്റ് ഫിനാൻഷ്യൽ ക്രൈസിസും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതിനുള്ളൊരു വഴി കൂടിയായി ഈ ആൾമാറാട്ടം. മറ്റുള്ളവരെ ചതിച്ചുകൊണ്ട് എനിക്കെന്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കണ്ട. പിന്നെ എന്തു ചെയ്യും? നീയും നിന്റെ അപ്പൂപ്പനും നിന്നേക്കാൾ ഒത്തിരി വയസ്സിന് ഇളയതായ ആ കൂടപ്പിറപ്പുകളോ ഒരുമിച്ചേ ആത്മഹത്യ ചെയ്യൂ. നീയേ പവിത്രയായി മാറിയ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ എത്രയാണെന്ന് നിനക്കറിയോ സംയുക്തേ? നിന്റെ സങ്കല്പങ്ങൾക്കും അപ്പുറത്തായിരിക്കും ആ സൗഭാഗ്യം. അങ്ങനെയൊരു സൗഭാഗ്യം എനിക്ക് വേണ്ട ചേച്ചി. നല്ലവരിൽ നല്ലവരായ ആ അച്ഛന്റെ മകളുടെ ഇടയിൽ ഞാനൊരു അധികപ്പറ്റ. അധികപ്പറ്റല്ല, അർഹിക്കപ്പെട്ടതാണെന്ന് വിശ്വസിച്ച് നീ ഉറപ്പായിട്ടും അവരുടെ ഇടയിലേക്ക് വരണം. നിന്നെ രക്ഷിക്കാനാ ഞാൻ ഈ കളിയൊക്കെ കളിക്കുന്നെ. അതിലൂടെ ചിലരെയൊക്കെ ശിക്ഷിക്കാനും. നീയേ എതിര് പറയരുത്. എന്നാലും ഇങ്ങനെ ഒരു ഡയറി എഴുതി വെക്കുന്ന കാര്യം ഋതു എന്നോട് പറഞ്ഞില്ലല്ലോ. അതെ രാജു, എന്താ മോളിലേക്ക് വരാത്ത? ഒന്നുമില്ല, വന്നില്ല. അല്ല, അതെന്താ വരാത്തെന്നല്ലേ ചോദിച്ചത്? വരണോന്ന് തോന്നിയില്ല, അത്രേ ഉള്ളൂ. ഞാൻ ആ ഡയറിയുടെ കാര്യം പറയാത്തതുകൊണ്ടാണോ ഇത്രയും ദേഷ്യം? രാജു, മാറിനിക്കേ. ഇതെന്താ രാജു ഇങ്ങനെ? ഒരു ഡയറി എന്നോട് ചോദിച്ചു വാങ്ങിയ കാര്യം ഞാൻ ഓർക്ക. ഐ എം സോറി രാജു. ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ രാജുനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ
ഇന്ന് മാത്രം പറഞ്ഞില്ല. അതിന് എന്നോട് ക്ഷമിക്കണം. ആദ്യം പറയണമെന്ന് ഞാൻ കരുതിയതാ, പിന്നെ പതുക്കെ പറയാന്ന് വിചാരിച്ചു. അച്ഛനും അമ്മയെ ഒരുമിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാ. എല്ലാം വിശദമായിട്ട് ഞാൻ പറയാം. ഇതിങ്ങനെയൊക്കെ ആവുമെന്ന് കരുതിയല്ല ഞാൻ ചെയ്തത്. പക്ഷേ ചെയ്തത് കൈവിട്ട് പോയില്ലേ? സത്യം പറഞ്ഞ ഈ കുഴപ്പത്തിനെല്ലാം കാരണക്കാരി ഋതുവല്ലേ? ഉദ്ദേശം നല്ലതാണെങ്കിലും പക്ഷെ അതിന് സ്വീകരിച്ച മാർഗം മോശമല്ലേ? ഒരു ചീറ്റിങ്, അതും സ്വന്തം അച്ഛനെ. രാജു, എല്ലാ കാര്യങ്ങളും എന്നോട് ആലോചിച്ചേ ചെയ്യാവൂ എന്നുള്ള ദുർവാശയൊന്നും എനിക്കില്ല. പക്ഷേ ഇതൊക്കെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കായിരുന്നു. ദേ, അമ്മ വരുന്നുണ്ട്. നമ്മൾ തമ്മിലുള്ള പിണക്കൊന്നും അമ്മ അറിയണ്ട. എനിക്കങ്ങനെ പിണക്കൊന്നുമില്ല. മനസ്സിൽ തോന്നിയത് പറഞ്ഞെന്ന് മാത്രം. അത് വിട്ടുകള. വാ മക്കളെ, ഇനി വല്ലതും കഴിച്ചിട്ട് പോവാം. അയ്യോ ഇല്ലമ്മേ, ഞങ്ങൾ പോവാ. വർമ്മ സാർ അവിടെ കാത്തിരിക്കായിരിക്കും. വാരുതോ, നമുക്കിറങ്ങാം. പൊയ്ക്കോട്ടെ അമ്മേ. പോയിട്ട് വാ. എന്തായാലും അംബികയോട് വഴക്കിനൊന്നും നിൽക്കണ്ട. അവൾ എന്ത് ചെയ്യാനും മടിക്കില്ല. ശരി അമ്മേ, ഇറങ്ങാം. ഹരീഷ് എവിടെ പോയി രുക്മിണി? അവൻ വല്ല കവലയിലോ വല്ലടം പോയി വായി നോക്കി ഇരിക്കുമായിരിക്കും. ഓ, കുടുംബത്തിൽ വല്ല സ്വസ്ഥതയോ സമാധാനമോ ഉണ്ടോ? ഞാൻ അവൾ അറിയാതെ കലക്കി കൊടുത്ത വിഷപ്പൊടി ശരിക്ക് ഏറ്റൂന്നാ തോന്നുന്നത്. എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ. ഞാനൊന്ന് പോയി കിടക്കട്ടെ. ആ, പൊയ്ക്കോ പൊയ്ക്കോ. ഉം. മരുമോൾക്ക് പകലുറക്കം പതിവാണോ? ആ, രാജകുടുംബത്തിൽ പിറന്ന രാജയോഗമുള്ള തമ്പുരാട്ടിയല്ലയോ. പള്ളി ഉറക്കം മസ്റ്റാ. രാജകുടുംബോ? രാജകുടുംബം. ഒടങ്കലി ഡ്രൈവറായ വെരുകു വേണുവിന്റെയും വൃന്ദാവനത്തിലെ രാധമ്മയുടെയും പുത്രിയല്ലയോ. ഉള്ള സത്യം പറയാലോ, ഒരേ ഒരു ആങ്ങളെ കെട്ടിയിരിക്കുന്നതേ രാജകുടുംബത്തിൽ നിന്ന് തന്നെ. ആ